ശംഖുമുഖത്ത് ജിബിൻ ജെബിയാണ് ചേർന്നത്. ജിബിൻ ഈ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടലോര മേഖലയിൽ വീടുകളിൽ വെള്ളക്കേറിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഏത് തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ? മത്സ്യബന്ധന യാനങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടല്ലോ. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി ആ മേഖലയിൽ ഉൾപ്പെടെ? രതീഷ്, തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ തിരമാലകൾ ശക്തിയായി അടിച്ചു കയറിയത്. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി തന്നെ ചെറിയ രീതിയിലുള്ള തിരമാലകളൊക്കെ തന്നെ തീരത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഈസ്റ്റർ ദിനമാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടൽപ്പണിക്കായി ഇറങ്ങാത്ത ഒരു ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തിരമാലകൾ വരുന്ന കാര്യം ആദ്യം അവരും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും ഒക്കെ തന്നെ അവിടെ നിന്ന് മാറ്റാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടിയാണ്, ഏകദേശം 1 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഏകദേശം 15 അടിയോളം വരെ ഉയരത്തിലുള്ള തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയതായിട്ടാണ് പൊഴിയൂർ നിവാസികളൊക്കെ തന്നെ പറയുന്നത്. നേരത്തെ നമ്മൾ അവിടെ ചെന്നപ്പോഴും അതിനെ സാധൂകരിക്കുന്ന കാഴ്ചകളാണ് അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വള്ളങ്ങൾക്ക്, ചെറുവള്ളങ്ങൾക്കും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന സാമഗ്രികൾക്കും, പ്രത്യേകിച്ച് വലകൾക്കും മോട്ടറുകൾക്കും ഒക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവർക്കിത് അവിടെ നിന്ന് കരയിലേക്ക് മാറ്റാൻ, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് പൊഴിയൂരിലെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊഴിയൂരിൽ കടലും കായലും ഒക്കെ തന്നെ ഒരുമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടുത്തെ പൊഴിയൊക്കെ തന്നെ പൂർണ്ണമായും മുറിയുകയും കടലും കായലും ഒരുമിച്ച് കയറി അവിടെ ഓക്കിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഏകദേശം 65 ലക്ഷത്തോളം രൂപ മുടക്കി ഓക്കിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണാം അവിടെ മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ തന്നെ മണലിൻ്റെ അടിയിൽ പൂർണ്ണമായി താഴ്ത്തപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. വലിയ രീതിയിലുള്ള തിരമാലകളൊക്കെ തന്നെ കരയിലേക്ക് അടിച്ചു കയറിയപ്പോൾ അതിൻ്റെ ഒപ്പം വന്ന മണലാണ് ഇത്തരത്തിൽ റോഡുകളും അവിടെ അവരുടെ സുരക്ഷിതമായി നീക്കിയിട്ടിരുന്ന വള്ളങ്ങളും ഒക്കെ തന്നെ മണലിൻ്റെ അടിയിലാകാനുള്ള കാരണം. പൊഴിയൂരിൽ മാത്രം ഏകദേശം 100ഓളം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെയാണ് സമാന സ്ഥിതിയാണ് തിരുവനന്തപുരത്തെ വലിയതുറയിലുള്ളത്. വലിയതുറയിലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ പാലമൊക്കെ തകർന്ന കാഴ്ച കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഇവർ പാലത്തിൽ കൂടെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇവരുടെ തീരപ്രദേശത്താണ് വള്ളങ്ങളൊക്കെ തന്നെ എപ്പോഴും അടുപ്പിച്ചിടാറ്. ആ വള്ളങ്ങളൊക്കെ തന്നെ ഈ വലിയ തിരമാലകളിൽ കൂട്ടിയിടിച്ച് വള്ളങ്ങളൊക്കെ തന്നെ അവിടെയും തകർന്നിരുന്നു. അതുപോലെ തന്നെ അവിടെയും വീടുകളിൽ വെള്ളം കയറിയിരുന്നു. പിന്നെ തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളത്തും വർക്കലയിലും സമാന സ്ഥിതിയാണ്. അവിടെയും വലിയ തിരമാലകളുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസത്തേക്ക് അവിടെ വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിലും കൊല്ലത്തും സമാന സ്ഥിതിയാണ്. അവിടെയും വലിയ രീതിയിലുള്ള തിരമാലകളാണ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃശ്ശൂരും സമാന. തെക്കൻ കേരളത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം തീരത്താണ് കള്ളക്കടൽ പ്രതിഭാസം വലിയ തോതിൽ നാശം വിതയ്ക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.